നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ലീഗ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ FC ബാഴ്സലോണ ഇന്ന് യങ് ബോയ്സുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബാഴ്സലോണയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. വോയ്ചെക് ഷെസ്നി മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്ത് ബാഴ്സലോണയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള വാർത്ത ഇന്നലെ മുതൽ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വിശ്വാസം വരണമെങ്കിൽ ഫബ്രീസിയോ പറയണം. ഏതായാലും ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രീസിയോയും അതിപ്പോൾ കൺഫേം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മെഡിക്കൽ കഴിഞ്ഞു, അദ്ദേഹം ബാഴ്സലോണ താരമായിരിക്കുന്നു എന്നും മാത്രമല്ല, ഇന്നത്തെ UCL മത്സരത്തിനുണ്ടാവും. കളിക്കാരനായിട്ടല്ല, ഇന്ന് അദ്ദേഹം സ്റ്റേഡിയത്തിൽ അറ്റൻഡൻസിൽ, അതായത് സ്റ്റേഡിയത്തിൽ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. അദ്ദേഹം പറയുന്നു, ഹി ഈസ് സെറ്റ് ടു ബി ഇൻ ദി അറ്റൻഡൻസ് ടുനൈറ്റ് ഫോർ UCL ഗെയിം വേഴ്സസ് യങ് ബോയ്സ്. ഡീൽ ഡൺ അണ്ടിൽ ജൂൺ 2025. 2025 വരെ ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പുതിയ ബാഴ്സലോണ ഗോൾ കീപ്പർ ആകുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ ഇന്ന് ഷെസ്നി ഉണ്ടാകും കളി കാണാൻ ബാഴ്സലോണയുടെ ഗാലറിയിൽ. ഏതായാലും ഇന്നത്തെ മത്സരത്തിനുള്ള സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡ് ഇങ്ങനെയാണ്: കുബാർസി, ബാൽഡെ, മാർട്ടിനസ്, ഫെഡാൻ, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, റാഫീഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ, കസാഡോ, പാവ് വിക്ടർ, ലാമിൻ യമാൽ, ഫ്രങ്കി ഡിയോങ്, കൂണ്ടെ, അസ്ട്രാലഗ, ഫോർട്ട്, ജെറാർഡ് മാർട്ടിൻ, ഡൊമിംഗസ്, ക്യുവെങ്ക, യാക്കോബിഷ്വിലി, അദ്ദേഹം ഗോൾ കീപ്പറാണ്, 18-കാരനായിട്ടുള്ള ഗോൾ കീപ്പർ. ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങൾക്കൊക്കെ ഷെസ്നി വരികയാണെങ്കിൽ ഒരു പക്ഷെ പുറത്തേക്ക് പോയേക്കും. എന്തായാലും ബാക്കി താരങ്ങളെ നോക്കാം. ഗുയർമോ, അതുപോലെ ഫെർണാണ്ടസ്. ഇതാണിപ്പോൾ ബാഴ്സലോണ ഈ മത്സരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ക്വാഡ്. നമ്മൾ എന്തായാലും ബാഴ്സലോണയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് കൂടി നോക്കിയാണ്. സ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് ഇനാക്കി പെന, ഡിഫൻസിൽ കൂണ്ടെ, കുബാർസി, ഇനീഗോ മാർട്ടിനസ് എന്നിവരൊക്കെ, ബാൽഡെ എന്നിവർ ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസ് കാക്കാൻ വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങും. പിന്നെ കസാഡോ ഉണ്ടാകും, പെഡ്രി ഉണ്ടാകും, റാഫിഞ്ഞ, ലാമിൻ യമാൽ, ലെവൻഡോസ്കി, ഫെഡാൻ. ഇതായിരിക്കും ബാഴ്സലോണയുടെ 11 എന്നാണ് സ്പോർട്ട് റിപ്പോർട്ടിന്. കാത്തിരിക്കാം ഇന്നത്തെ മത്സരത്തിനായി. ആദ്യ കളി ബാഴ്സലോണ വിജയിക്കാതെ മടങ്ങി പോന്നു മൊണോക്കോയിൽ നിന്ന്. പക്ഷെ ഇവിടെ സ്വന്തം മൈതാനത്ത് വിജയിച്ചുകൊണ്ട് പുതിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ പോയിന്റുകൾ സ്വന്തമാക്കാൻ ഹൻസി ഫ്ലിക്കും സംഘവും ഒരുങ്ങിക്കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.